നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഓർക്കണം 1968 കോൺഗ്രസ് ഗവൺമെന്റ് ഛത്തീസ്ഗഡ് ഭരിച്ചിരുമ്പോഴാണ് അവരുടെ മൃദു ഹിന്ദുത്വ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ബജരംഗദൾ അടക്കമുള്ള ഇത്തരം പരിവാർ സംഘടനകൾക്ക് ഒത്താശ പാടിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സിസ്റ്റേഴ്സ് അനുഭവിക്കുന്ന ഈ ഒരു ദുരിതത്തിന്റെ ആദ്യ കാരണമായ മതപരിവർത്തന നിരോധന നിയമം ഛത്തീസ്ഗഡിൽ നടപ്പിലാക്കിയത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് കാര്യം, ഓരോരോ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ അധികാര രാഷ്ട്രീയത്തിന്റെ കളികളുടെ ഭാഗമായിട്ട് ഇത്തരം തീവ്ര സംഘടനകളെ എടുത്ത് ഒക്കത്ത് വെച്ചതിന്റെ പരിണിത ഫലം ഇന്നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ, നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നവർ, പ്രത്യേകിച്ച് പ്രതിഫലം മോഹിക്കാതെ മനുഷ്യന് നന്മ ചെയ്യുന്നവർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്കൊക്കെയും എല്ലാ രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്ന പാഠം, ഈ കാറ്റത്ത് കൊയ്യാനായിട്ട് ഇറങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ട്. അവരൊക്കെയും മനസ്സിലാക്കേണ്ട കാര്യം, ഓരോരോ കാലഘട്ടങ്ങളിൽ അവർ വിതച്ചതാണ് ഇന്ന് നിസ്സഹായരായിട്ടുള്ള ക്രൈസ്തവ ന്യൂനപക്ഷം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇതിൽ നിന്ന് അവസാനിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ തീവ്രവാദത്തിന് വോട്ട് ബാങ്കിന്റെ പേരിൽ ഒത്താശ ചെയ്യുന്നത് അവസാനിപ്പിക്കാനുള്ള ഇച്ഛാശക്തിയാണ് കക്ഷി ഭേദമന്യേ കാണിക്കേണ്ടത്.